അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ്, നിയമവിദഗ്ധൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുകയാണ്. മാധ്യമങ്ങൾ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളൊന്നുമല്ല കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഒരു നടനെതിരെ ഒരു ആരോപണം കിട്ടുന്നു. അങ്ങനെ ഒരു ആരോപണം കിട്ടുമ്പോൾ ആ നടനെതിരെ വളരെ ഗംഭീരമായിട്ട് അവർ ആഘോഷിക്കുന്നു. അതിൻ്റെ പിന്നിൽ അവരുടെ TRP റേറ്റിംഗ് ഉയർത്തുക, ബാർക്ക് റേറ്റിംഗ് ഉയർത്തുക എന്നിങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളും അവർക്കുണ്ട്. മറിച്ച് നടിക്ക് അല്ലെങ്കിൽ യുവനടിമാർക്ക് പീഡനം അനുഭവിക്കുന്നവർക്ക് നീതി വാങ്ങി കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കില്ല. എത്രത്തോളം ഇതിൽ ആങ്സൈറ്റി ഉണ്ടാക്കാമോ, ആ നടനാരാണ്, ആ നടി ആരാണ്, ഒരു പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഒരു കൗതുകം ജനിപ്പിക്കുക അറിയാമല്ലോ. ഇപ്പം മലയാളിക്കുള്ള ഒരു ശീലമാണ്, മലയാളികൾക്ക് ഈ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വളരെ താല്പര്യമാണ്. അത് നടിയും നടനുമാണെങ്കിൽ ആ താല്പര്യം കൂടും. അതിന് ഞാൻ പറയാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത്, നമ്മുടെ ദിലീപിൻ്റെ വിഷയം വന്നപ്പോഴാണ്, ദിലീപ് കാവ്യ മാധവൻ വിഷയം വന്നപ്പോഴാണ് ഏഷ്യാനെറ്റ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് TRP റേറ്റിങ്ങിലും. പിന്നീട് ദിലീപിൻ്റെ വിഷയം വന്നപ്പോഴാണ്, ദിലീപിൻ്റെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലാവുന്ന ആ ദിവസമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ചാനലിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ ഉയർന്നു വന്നത്. TRPയിൽ അങ്ങനെ ഉയർന്നു വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളിയുടെ കൗതുകം നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിലുള്ള നിയമവശങ്ങൾ നമുക്ക് ഈ കൗതുകമൊക്കെ മാറ്റി നിർത്താം. ഇപ്പോൾ സിദ്ദിഖ് അകത്ത് പോകും, സിദ്ദിഖിൻ്റെ പേരിൽ പോക്സോ വരും, സിദ്ദിഖ് അകത്ത് പോകില്ല, അല്ലെങ്കിൽ ഈ നടിയുടെ കാര്യം അത് ഒലിച്ചു പോകും എന്നൊക്കെ പറയുമ്പോഴും, ഇതിൽ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അത് പുറത്തു വരുമ്പോൾ അതിൽ ഇത്ര ആൾക്കാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ദുരനുഭവം അവർക്കുണ്ടായിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നു. അപ്പോൾ സർക്കാർ ആദ്യം ഇതിൽ പറയുന്നത്, ഞങ്ങൾക്കിതിൽ നടിമാർ പരാതി തന്നാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. പോക്സോ അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ ആസ് എ നിയമവിദഗ്ധൻ താങ്കൾ എന്താണ് പറയുന്നത്? സർക്കാരിന് അങ്ങനെ ഇതിൽ കേസെടുക്കാൻ പറ്റും, സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പില്ലേ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്താൽ കേസ് എടുക്കണം എന്നുള്ളതാണ് ഒരു അടിസ്ഥാന പ്രമാണം. അതിൻ്റെ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഒരുപാട് വിധിന്യായങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്താൽ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കണം. ലളിതകുമാരി കേസിനകത്ത് വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് അത്രയും നിയമം അത്രയും ശക്തമായി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അപ്പം നമ്മൾ ഇത് സിനിമാ താരമോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ സംവിധായകനോ എഴുത്തുകാരനോ അവാർഡ് ജേതാവോ എന്നുള്ളതിലപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു കൊഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്താൽ ഒഫൻസ് എടുത്ത് നിയമ നടപടികളിലേക്ക് FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയും എന്തിനു വേണ്ടിയാണ് ഈ സർക്കാർ ഇതിനകത്ത് മടി കാണിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നിയമവൃത്തങ്ങളിലുള്ള ഒരു സംശയം. അപ്പം അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാം, സർക്കാരിന് സ്വമേധയാ കേസെടുക്കണം. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നമുണ്ട്, അറിയാം സാർ. എല്ലാവരും ആദ്യമേ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമപരമായിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ അവരെടുക്കാൻ പോകുമ്പോൾ തന്നെ അവർ സർവേ എടുക്കാൻ പോകുന്ന നടിമാരുടെ അടക്കം അല്ലെങ്കിൽ നടന്മാരുടെ അടക്കം സ്വകാര്യത പുറത്ത് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്ത് തരം റിപ്പോർട്ടാണ്? കാരണം ഇതിനകത്ത് പറയുന്നത് മുഴുവൻ ക്രൈമാണ്, പോക്സോ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു നടിയോട് ചെന്ന് നിങ്ങളുടെ സ്വകാര്യത ഞങ്ങൾ പുറത്തു വിടില്ല, നിങ്ങളുടെ ഈ വിഷയം അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തന്നെ ഇരിക്കും, നിങ്ങളുടെ സ്വകാര്യതയും പോവില്ല, ആ പ്രമുഖൻ്റെ സ്വകാര്യതയും പുറത്തു വിടില്ല എന്ന് പറഞ്ഞ് പുറത്ത് വിടുന്നത് തന്നെ ഒരു ഒഫൻസ് അല്ലേ എന്ന് പറഞ്ഞ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കമ്മിറ്റിയിൽ രേഖപ്പെടുത്തുന്നത് തന്നെ ഒരു ഒഫൻസ് അല്ലേ? എന്നിട്ട് ആ റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തി വയ്ക്കുകയും ചെയ്തു. അല്ല, ഈ മൊഴി കൊടുത്ത വ്യക്തികൾക്കൊന്നും തന്നെ നിയമപരമായ പരിജ്ഞാനമുള്ളവരല്ല. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരെ നമുക്ക് പ്രധാനപ്പെട്ട നടികളെയൊക്കെ നമുക്ക് അവരുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ, ഈ സിനിമാ നടികളൊക്കെ ഈ നൃത്തം, യുവജനോത്സവം അല്ലെങ്കിൽ കലാരംഗത്തൊക്കെ പ്രവർത്തിച്ച് അവർ വളരെ തീരെ ചെറുപ്രായത്തിൽ തന്നെ അവർ സിനിമ ഇൻഡസ്ട്രിയോടുള്ളൊരു പാഷൻ കൊണ്ട് അവരങ്ങോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് നിയമപരമായ കാര്യങ്ങളെപ്പറ്റിയൊന്നും അവർക്ക് ഒരു ധാരണയുമില്ല. പക്ഷേ അപ്പം നിയമം അറിയാവുന്നവരാണ് ഈ നിയമമന്ത്രിയും ഇവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറലും അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും സീനിയർ ഗവൺമെൻറ് പ്രീഡേഴ്സ് തന്നെ ഹൈക്കോടതിയിൽ 100 കണക്കിന് സീനിയർ ഗവൺമെൻറ് പ്രീഡേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് പ്രീഡേഴ്സ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉള്ളപ്പം നടികൾ അവർ ഇപ്പം നമ്മൾ കമ്മീഷൻ്റെ പറയുന്നതാണ് സ്വകാര്യതയാണ്. ചിലർ പറയുന്നുണ്ട് അവരുടെ മൊഴി എടുത്തു, പക്ഷേ അവരെ വായിച്ച് കേൾപ്പിച്ചില്ല എന്ന് ചിലർ പറയുന്നുണ്ട്.
ചിലർ പറയുന്നുണ്ട് ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തിൽ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ളൊരു ഹേമ കമ്മീഷനെ വെച്ച് ആ കമ്മിറ്റി റിപ്പോർട്ട്, കമ്മീഷനല്ല കമ്മിറ്റി, ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിലേക്ക്, മുഖ്യമന്ത്രിക്ക് ജസ്റ്റിസ് കെ ഹേമയും കെ ബി വത്സരകുമാരിയും ശാരദയും കൂടി കൊടുത്ത സമയത്ത് സർക്കാർ അതിനകത്തിൽ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇതിനകത്തൊരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടോ, ഇതിനകത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ചൂഷണമാണ് നടക്കുന്നത്, തൊഴിൽപരമായ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടോ, ലൈംഗികമായ ചൂഷണം നടക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേസെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെ സർക്കാർ അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ പല പല നടിമാരും പല പല താരങ്ങൾക്കെതിരെ, വലിയ വലിയ താരങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇങ്ങനെ ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ചത് രഞ്ജിത്തിനെതിരെയാണ്. നമ്മുടെ സിനിമാ സംവിധായകൻ രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. അതൊരു ബംഗാളി നടിയാണ് ആരോപണം ഉന്നയിച്ചത്. അവർ ആരോപണം ഉന്നയിച്ചാൽ രഞ്ജിത്ത് രാജിവെച്ചു. അതങ്ങോട്ട് മാറി നിൽക്കട്ടെ. നമുക്ക് സിദ്ദിഖിൻ്റെ കാര്യത്തിലേക്ക് വരാം. കുറച്ചുകൂടെ ഗുരുതരമായിട്ട് നമുക്ക് തോന്നുന്നത് സിദ്ദിഖിൻ്റെ മേൽ ഉന്നയിക്കപ്പെട്ട ആരോപണമാണ്. ഒരു യുവനടി സിദ്ദിഖിൻ്റെ മേൽ വന്ന് ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ, ഇവർ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സിദ്ദിഖ് ഇവരെ പീഡിപ്പിച്ചു, ഹീനമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതവർ വളരെ ആയിട്ട് സമൂഹത്തിന് മുമ്പിൽ പറയുന്നുമുണ്ട്. ആ നടിയെ മോശക്കാരിയാക്കാനുള്ളൊരു ശ്രമം വേറൊരു ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഈ നടി പറയുന്നത് ഇവർ +2 കഴിഞ്ഞ് നിന്ന സമയത്ത് സിദ്ദിഖ് എന്ത് ചെയ്തു, സിദ്ദിഖ് ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, നടി പറയുന്നതാണ്, നമുക്ക് ഉറപ്പില്ല, സിദ്ദിഖ് ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ ഫേക്ക് അക്കൗണ്ട് വഴിയാണ് വേറെ സ്ത്രീകളെയും അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്. എന്നിട്ട് നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ കാണാൻ വിളിക്കുന്നു. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിൽ അദ്ദേഹം വിളിക്കുന്നു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് വിളിക്കുമ്പോൾ ഒരു സിനിമയുടെ ഡിസ്കഷൻ എന്ന് വിളിക്കുന്നു. പിന്നീട് അവർ മനസ്സിലാക്കി, അതായത് പിന്നീട് അവർ അഡൾട്ടായപ്പോൾ അവർ മനസ്സിലാക്കി എന്നാണ് അവർ പറയുന്നത്. അഡൾട്ടായപ്പോൾ അവർ മനസ്സിലാക്കി അന്ന് അങ്ങനെ ഒരു സിനിമ ഇല്ലായിരുന്നു, അതൊരു കുക്ഡപ്പ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു, ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തായിരുന്നു എന്ന് അവർ പറയുന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് സിദ്ദിഖ് ആദ്യം മോളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. പിന്നീട് സിദ്ദിഖിൻ്റെ സ്വഭാവം മാറി. പിന്നീട് സിദ്ദിഖ് ഇവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോഴും ഇവർ പറയുന്ന കാര്യം, പല പോലീസുകാരുടെ അടുത്തും ചെല്ലുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നത്, പരാതിയായിട്ട് പല സ്ഥലത്ത് തന്നു, പോലീസുകാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻസേർഷൻ നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ലൈംഗികപരമായിട്ടുള്ള ബന്ധം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ സിദ്ദിഖ് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഇൻസേർഷൻ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് അലോ മീ ടു ലിക്ക് എന്നാണ് സിദ്ദിഖ് ആ സമയത്ത് സംസാരിച്ചതെന്നാണ് ഈ യുവതി പറയുന്നത്. എന്നിട്ട് സിദ്ദിഖ് അതിനുശേഷവും ഈ നടിയുമായി എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ ഈ നടി ഉണ്ടായിരുന്നു, ആ നടിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും സിദ്ദിഖ് വിരുദ്ധാഹാരമാണ് എനിക്ക് ഇഷ്ടമെന്നുള്ള സെക്ഷലി അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നും ഈ നടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റോറി, നടിയുടെ സ്റ്റോറി ഇതാണ്. ഈ നടി ഇപ്പോൾ ഇത് നേരത്തെയും ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്, പക്ഷേ അന്ന് ആരും അത് ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ നടി ഇത് പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലായിരിക്കും സിദ്ദിഖ് നിയമപരമായിട്ട് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളത്? ഈ നമ്മുടെ പോക്സോ ആക്ട് നിലവിൽ വന്നതിന് ശേഷം 2012 ശേഷം 2012 ഈ പ്രായപൂർത്തിയാവാത്ത, അതാണല്ലോ ഈ വകുപ്പിൽ പറയുന്നത്. ഈ യുവതി പറയുന്ന അല്ല, അവരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അവർ പറയുന്നത് ആ സമയത്ത് ഞാൻ പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്രായപൂർത്തിയായിട്ട് ഈ ആക്ട് നിലവിൽ വന്നു, ആക്ട് നിലവിൽ വന്നിട്ട് ഇത്രയും വർഷമായി. അപ്പം സ്വാഭാവികമായിട്ടും ഇത് 2012 ശേഷമുള്ളതാണ്. അവർ പറയുന്ന കാലഘട്ടം വെച്ച് നോക്കുമ്പം ഈ ആക്ടിൻ്റെ ഒക്കെ ശേഷമുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ സർക്കാരിലേക്ക് ചോദിക്കുന്ന ഒരു പ്രസക്തമായ, സർക്കാരിന് മുമ്പിലുള്ള പ്രസക്തമായ ചോദ്യം, ഒരു സാധാരണക്കാരനായിരുന്നു ഇത്തരത്തിൽ എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എനിക്ക് ഇത്തരത്തിൽ ഒരു വ്യക്തിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായി, അല്ലെ എന്നെ ലൈംഗിക ചുവയോടുകൂടി സമീപിച്ചു, അല്ലെങ്കിൽ ഒരു റേപ്പിന് ശ്രമിച്ചിരുന്നു എന്ന് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കത്തില്ലായിരുന്നു, എടുക്കുമായിരുന്നു. അപ്പം സിദ്ദിഖിൻ്റെ കാര്യത്തിൽ 2 നീതിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതിൽ ഫാക്ട് ഫൈൻഡിങ് നടത്തണമെന്നാണ് സർക്കാർ പറയുന്നത്. കാരണം ഈ യുവതി ആരോപണം ഉന്നയിക്കുന്നത് ഒരു വ്യാജ ആരോപണമാണെങ്കിലോ എന്നുള്ള ഒരു റീസണബിൾ ഗ്രൗണ്ട് വേണ്ട, റീസണബിൾ ബിലീവ് മതി. ഇപ്പോൾ ഒരു യുവതി ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ കേസെടുക്കാം, അതിൽ ഫാക്ട് ഫൈൻഡിങ് ഒന്നും വേണ്ട. പോക്സോ പോലുള്ളൊരു വകുപ്പിനകത്തിൽ എന്തിനാണ് ഫാക്ട് ഫൈൻഡിങ് വേണ്ടത്? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി. അത് ഒഫൻസ്, അങ്ങനെ ഒരു കുറ്റകൃത്യം ഉള്ളതായി ബോധ്യപ്പെടുകയും ആ കുറ്റകൃത്യത്തിൻ്റെ
പിന്നെ വെളിപ്പെട്ടാൽ അത് കേസെടുക്കാതിരുന്നാൽ പോലും ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലും പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു നിയമമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെങ്ങനെയാണ്? പോക്സോ വകുപ്പിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിദ്ദിഖിൻ്റെ കേസിനകത്ത് ആ യുവതി ആ പെൺകുട്ടി പറയുന്നു, എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതല്ലേ സിദ്ദിഖിനെതിരെ. അപ്പോൾ സിദ്ദിഖ് നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഈ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ റേറ്റിങ്ങും സിനിമയും ഒക്കെ പറഞ്ഞല്ലോ. അപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾ പ്രതികളായി വരുന്ന കേസുകളിൽ ഒരു നീതിയും, സാധാരണ മറ്റുള്ളവർ പ്രതികളായി വരുന്ന കേസുകളിൽ 2 നീതിയുമാണ്. അപ്പം സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പോലും എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വന്ന മലയാള സിനിമയിലെ പ്രമുഖരടക്കമുള്ള നടിമാരടക്കം എക്സ്ട്രാ ആർട്ടിസ്റ്റുകളടക്കം വന്ന് കൃത്യമായ ആ മൊഴിയിൽ പിന്നെ പലതരത്തിലുള്ള ഒഫൻസുമുണ്ട്. അപ്പോൾ അത് വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ട് സർക്കാരിന് മുമ്പാകെ, ജസ്റ്റിസ് കെ ഹേമയുടെ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലാണ്, അവർ ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഇത്രയും കാലം ഏതാണ്ട് 4.5 വർഷത്തോളം ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് സർക്കാർ അടയിരുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നീതി വൈകിപ്പിക്കുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇപ്പം ഇന്നലെ ഒരു പ്രമുഖ നടനെതിരെ ഒരു വെളിപ്പെടുത്തലുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു സാധനം കൂടെ ഞാൻ പറയുന്നുണ്ട്. അതായത് ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഇവർ കൊണ്ടുവരുന്നു. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ പോലീസ് ഇതിൽ അന്വേഷിച്ച് പോയിരുന്നാലും പോലീസിന് ഇതിൽ തെളിവ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് സാറ് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ ഇതിൽ ചോദിക്കാനുള്ള കാരണം, ഇപ്പം തെളിവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, സിദ്ദിഖിനെതിരെ ആരോപണവും ഉന്നയിച്ചു. അങ്ങനെയാണെങ്കിൽ പോക്സോ വകുപ്പുമാണ് ചുമത്തപ്പെടുന്നതെങ്കിൽ അതൊരു അനീതിയില്ലേ? അതായത് സിദ്ദിഖ് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ആ യുവതി പറയുന്ന ആ ഒരു വാക്ക് വെച്ച് മാത്രം സിദ്ദിഖിനെ പെടുത്തിയതുപോലെ ആയിപ്പോയില്ലേ? അല്ല, അതിനല്ലേ പോലീസ് ഈ പോക്സോ വകുപ്പ് ചുമത്തി ഇദ്ദേഹത്തെ ഒരു ജയിലിലടച്ച് പിറ്റേ ദിവസം അറബ് കൺട്രിയിലെ നിയമങ്ങളെ പോലെ ഇവിടെ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുന്ന രാജ്യമല്ലല്ലോ. നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം തെളിവുകളെ ഹാജരാക്കാനും സാക്ഷികളെ ഹാജരാക്കാനും പിന്നെ ഫെയർ ആയിട്ടുള്ള ട്രയൽ പ്രദാനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒഫൻസ് ഒരു കുറ്റകൃത്യം ഉണ്ടായതായിട്ട് ഈ പെൺകുട്ടി ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മൊഴി കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു FIR രജിസ്റ്റർ ചെയ്യുക. FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയതിനു ശേഷം വിചാരണ ഘട്ടത്തിൽ ഈ അന്വേഷണം നടത്തുന്ന ആളല്ലല്ലോ വിധിക്കുന്നത്. ഒരു ജുഡീഷ്യറിയാണല്ലോ ഇക്കാര്യത്തിൽ ഒരു വിധി കൽപ്പിക്കേണ്ടത്. ഒരു പ്രതിസ്ഥാനത്ത് സാറിന്റെ പോയിന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പോക്സോ അല്ല എന്ന് വെക്കുക, എന്തായിരിക്കും നടപടി? ഒരു യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പിന്നെ ഉണ്ടായിട്ടുള്ള കൊഗ്നൈസബിൾ ഒഫൻസായിട്ടുള്ള ഇതെല്ലാം കൂടി ഒരിടത്ത് FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് അഡീഷണൽ 161 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഇതിനെല്ലാം ഓരോ ജൂറിസ്ഡിക്ഷനിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അത്തരത്തിലുള്ളൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള ജയിലിലേക്ക് പോകുമോ? അതിപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും. പോക്സോ ആണെങ്കിൽ ഉറപ്പായിട്ടും പോക്സോ ആണെങ്കിൽ സാധാരണഗതി ജാമ്യം ലഭിക്കാൻ പാടാണ്. പിന്നെ ഈ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞ കണക്ക് എന്താ പറയുന്നത്, ഈ നായ സമ്പന്നന് നേർക്കും കുരയ്ക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വചനമുണ്ടല്ലോ എന്ന് പറഞ്ഞോണൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയിൽ നിലവിലുള്ള പോലീസ് അന്വേഷണത്തിൽ പണമുള്ളവന് ഒരു നിയമം, പണമില്ലാത്തവന് വേറൊരു നിയമം. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. എനിക്ക് ഇതിനകത്തുള്ള ഡിഫറൻസ് ഒപ്പീനിയൻ ഇതിനകത്തെ ചാനൽ റേറ്റിംഗ് അല്ല, ഇതിനകത്തിലെ പിന്നെ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ഒരു കോൺട്രവേഴ്സി അല്ല, മറിച്ച് ഇത്തരത്തിലൊരു സ്ത്രീ വന്ന് ഒരു മുഖ്യധാര ചാനലുകളുടെ മുമ്പാകെ വന്ന് ഒരു മൊഴി വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇതിനോടകം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു.
പക്ഷേ ഇക്കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഇപ്പം അതേപോലെ തന്നെയാണ് ഇത്തരത്തിലൊരു ഇത്രയും പിന്നെ എനിക്ക് തോന്നുന്ന മലയാളത്തിലെ പല പ്രമുഖൻ കേട്ടത്, നമ്മളൊക്കെ കേട്ടത് മലയാളത്തിലെ പല പ്രമുഖ നടന്മാരും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ്. ഭാഗമാണ്. അതൊരു പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ പണ്ട് മുതൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ, ഈ ഇൻഡസ്ട്രിയിൽ ഇതിൽ ഭാഗമാകാത്ത ഏത് നടനാണ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. കാരണം സിനിമാ ഫീൽഡാണ്, ഗ്ലാമറിൻ്റെ ഫീൽഡാണ്. നമ്മുടെ നിയമം അനുസരിച്ച് 14 സെക്കൻഡ് ഒരു യുവതിയെ തുറിച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കേസെടുക്കാമെന്നാണ് അത് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇഴചേർന്ന് അഭിനയിക്കേണ്ട ഫീൽഡാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിലുണ്ടാകുമ്പോൾ അഭിനയിക്കുമ്പോൾ ഇയാൾ എന്നെ മോശമായിട്ട് തൊട്ടു എന്ന് ആ യുവതി പറഞ്ഞാലും നമുക്ക് കേസെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ. ഇപ്പോൾ ലിപ് ലോക്ക് സീനിൽ ചുണ്ട് കടിച്ചു കീറുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആരോപണം വരുമ്പോൾ അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അവരെ നോക്കിക്കഴിഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. സാധാരണ ഒരു തൊഴിലിടത്തിൽ ചെന്ന് ജോലി ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ജോലി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ജോലി എന്നുള്ളത് നമ്മുടെ ഈ മേഖലയിലോട്ട് കടന്നു വരണമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വഴങ്ങേണ്ട, കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഹൈക്കോടതി കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ജോലിയിലേക്ക് പോകണ്ടെന്ന് വെക്കണം. അങ്ങനെ ശ്രദ്ധിക്കാൻ അത് എപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരു സ്ത്രീ ഞാൻ ചോദിക്കട്ടെ സാറേ, ഒരു സ്ത്രീ ഒരു തൊഴിലിടത്തിലേക്ക് ചെല്ലുന്നു, അയാൾ വഴങ്ങാനായിട്ട് പറയുകയാണെങ്കിൽ ആ നിമിഷം ആ തൊഴിൽ വേണ്ടാന്ന് വെച്ച് പോകുന്നതല്ലേ അന്തസ്സ്? അല്ല, ഇപ്പം നമ്മൾ തന്നെ ഇപ്പം അറിയാം, ഇതിനെ ഈ ഭൂതത്തെ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, സാറിന് അറിയാലോ, അമ്മമാരും മക്കളെ കൊണ്ട് കാഴ്ച വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത് കുറച്ച് പേരുടെ കാര്യം. ഇപ്പം മലയാളത്തിലെ ഒരു എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നടൻ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം ഈ ക്രൈമിൽ അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് വളരെ പരിഭ്രാന്തനായി നടക്കുകയാണ്. പക്ഷേ അത് അമ്മയോട് അറിഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ പിന്നെ ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടായത്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഈ അമ്മമാർ അങ്ങനെ ചെയ്ത് ഇപ്പം കിളിറൂർ കേസെടുത്താലും കവിയൂർ കേസെടുത്താലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിയൊക്കെ ഇൻവോൾവ് ഉണ്ടാകുന്ന ഒരുപാട് ലൈംഗിക അതിക്രമ കേസുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു അമ്മ മകളെ ഇതിലേക്ക് മകളുടെ ഇത്തരത്തിലുള്ള കാര്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുറ്റകൃത്യമല്ലാതാവുന്നില്ല. അപ്പോൾ ഒരിക്കൽ പോലും പിന്നെ കുറ്റകൃത്യമല്ലാതെ അമ്മയും മകളും, ഞാൻ ചോദിക്കട്ടെ, ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നു, ഞാനൊരു ഫിലിം ഡയറക്ടറാണെന്ന് വെക്കുക, അവർ എന്നോട് പറയുന്നു, സാറേ ഞാൻ വഴങ്ങിത്തരാം, എൻ്റെ സിനിമയിൽ ഒരു ചാൻസ് തന്നാൽ മതി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നു. അതൊരു കുറ്റകൃത്യമാവുമോ? എനിക്കും കൺസെന്റ് ഉണ്ട്, അവർക്കും കൺസെന്റ് ഉണ്ട്, അവരാണ് ആദ്യം കൺസെന്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ അത് കുറ്റകൃത്യമാവോ? ഡൗട്ടാണ്. അല്ലല്ല, അത് കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് വഴങ്ങി തന്ന ശേഷം ആ സ്ത്രീ പറയുകയാണ് എന്നെ ചൂഷണം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അല്ല. അപ്പം ഇതിനകത്ത് വേറൊരു വശമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വഴങ്ങി കൊടുത്തതിന് ശേഷം, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഒരാൾക്ക് വഴങ്ങി കൊടുത്തതിന് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ ഇത് പാട്ടാവും. ഇൻഡസ്ട്രിയിൽ ഇത് പാട്ടാവുമ്പോൾ വഴങ്ങി കൊടുക്കുന്ന നടിക്ക് ജീവിതകാലം മുഴുവൻ വഴങ്ങേണ്ടി വരും. പലപ്പോഴും അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു പരിധിവരെ ഈ പെൺകുട്ടികളെ ഈ ഇയാമ്പാറ്റകളെ പോലാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അവർക്ക് നിർഭയമായി അവരുടെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ അവരുടെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള ഇത്തരത്തിൽ സിനിമാ മേഖലയെ ശുദ്ധീകരണത്തിന് വഴിതെളിക്കുന്ന ഇപ്പോൾ പാർവതി തിരുവോത്താണല്ലോ ഈ ഇത്തരത്തിലുള്ള ഈ WCC അടക്കമുള്ള ഒരു മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൻ്റെ ഒരു വക്താവായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ പാർവതി തിരുവോത്തിൻ്റെ പോലും ഒരുപാട് അവസരങ്ങൾ ഈ സിനിമാ മേഖല നഷ്ടപ്പെടുത്തിയില്ലേ? അവർ നല്ലൊരു അഭിനേത്രിയല്ലേ? പക്ഷെ അവർക്ക് എത്ര സിനിമയിൽ അവർക്ക് അഭിനയിക്കാൻ അവസരം കിട്ടുന്നുണ്ട്? അല്ലെങ്കിൽ മലയാളത്തിലെ മെഗാസ്റ്റാറുകളുടെ കൂടോ സൂപ്പർ സ്റ്റാറുകളുടെ കൂടോ അവർക്ക് എത്ര വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ അവർക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഇൻഡസ്ട്രി കുത്തഴിഞ്ഞ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി പണ്ട് മുതലേ തന്നെ പിന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരുന്ന ഇൻഡസ്ട്രിയാണ്. പക്ഷേ കാലം ഒരുപാട് മാറി. ഇപ്പോൾ ആ കാലാനുസൃതമായ മാറ്റം ഈ തൊഴിൽ മേഖലയിൽ വന്നു എന്നാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി ഉണ്ടാവണം. സിദ്ദിഖിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിദ്ദിഖ് ഏകദേശം
കുറ്റകൃത്യം കടുക്കും എന്നാണ് സാറ് അവസാനമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ആ പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം. വേറൊരു കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, അത് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അതായത് സിദ്ദിഖ് തിരിച്ചൊരു പരാതി കൊടുത്തിട്ടുണ്ട്. രേവതി സമ്പത്ത് പറയുന്ന അടിസ്ഥാനരഹിതമാണ്, ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നല്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പല സമയം പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ഒരു പരാതി സിദ്ദിഖ് കൊടുത്തത്? അല്ല, എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഇത് നിയമത്തിന് പുറത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഗണേഷ് കുമാറിൻ്റെ സ്റ്റാൻഡാണ് എനിക്ക് തോന്നുന്നു കറക്റ്റ്. കാരണം കുറച്ച് ദിവസമായിട്ട് ഗണേഷ് കുമാർ മിണ്ടുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കിതിനെ പറ്റി ഒന്നും. അല്ല, ഗണേഷ് കുമാറിനെതിരെ ആരോപണം വരാത്തത് കൊണ്ടാണ് ഇപ്പൊ ആരോപണം വന്ന് സിദ്ദിഖ് പെട്ട് നിൽക്കുകയാണ്. പരാതി കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു പിന്നെ അത് നമ്മുടെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അയാളെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം അവർക്കെതിരെ തിരിച്ചു പരാതി കൊടുക്കുക എന്നുള്ളത് അല്ല യഥാർത്ഥത്തിൽ. അയാൾ നിരപരാധിത്വം തെളിയിക്കുക. അയാൾ നിരപരാധിയാണ്. അയാൾക്കപ്പോൾ നിരപരാധിയാണെന്ന് അയാൾക്ക് അറിയാമെങ്കിൽ അയാൾ തിരിച്ചു പരാതി കൊടുക്കുന്നു. അപ്പോൾ ആണുങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല. അതല്ല, നമ്മളെപ്പോഴും ഈ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് വിധിന്യായങ്ങളും ഒരുപാട് നിയമങ്ങളും പല മേഖലയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടായിട്ട് പോലും ഇതുവരെ ആ മാറ്റങ്ങൾക്ക് യാതൊരു റിഫ്ലക്ഷനും ഇല്ലാത്ത ഒരു തൊഴിൽ മേഖലയാണ് സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ വേണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ സിദ്ദിഖ് അല്ലെങ്കിൽ ഈ സിനിമ ഇന്നിപ്പം വേറെ കുറച്ച് പേരുടെ പേര് കൂടി വന്നു. അപ്പം ഇവരൊക്കെ ഒരു നിയമപരമായ നടപടികൾക്ക് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എത്രയെത്ര ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അവരെല്ലാം ട്രയൽ തിരിച്ചു വരണം. അല്ലാതെ ഇത് സിനിമ ഇത് മറ്റു മേഖലകളോട്ടല്ല. ഇതൊരുപാട് പ്രതിഫലം പറ്റുന്ന ഒരുപാട് എന്താ പറയുന്നത് ആരാധകരുള്ള ഒരു വലിയ ഗ്ലാമർ ഫീൽഡാണ്. അപ്പോൾ ഗ്ലാമർ ഫീൽഡ് ആകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഈ ചൂഷണങ്ങളും ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു സാധാരണ പെൺകുട്ടി നിന്ന് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സർക്കാരുകൾ പൂഴ്ത്തിവെക്കാതിരിക്കണം. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾക്ക് അതിൻ്റെ സ്വകാര്യത എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യത്തിൽ സ്വകാര്യത പറയുകയും ചില കാര്യത്തിൽ സ്വകാര്യത മാനിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക. ചില കാര്യത്തിൽ സ്വകാര്യതയ്ക്ക് ഭയങ്കരമായി പ്രാധാന്യം കൊടുക്കുന്ന ചില സർക്കാർ സർക്കാർ ഇത്തരം കാര്യങ്ങൾ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സർക്കാർ ചില കാര്യത്തിൽ സ്വകാര്യതയ്ക്ക് യാതൊരുവിധമായ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എല്ലായിടത്തും എല്ലാ മുക്കിലും മൂലയിലും കിട്ടിയില്ലേ? പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? യഥാർത്ഥത്തിൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ അല്ലല്ലോ ഇത് സോളാർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ മൊഴി കൊടുത്ത വ്യക്തിയുടെ ക്രെഡിബിലിറ്റി നമുക്കറിയാം, ആ മൊഴി കൊടുത്ത വ്യക്തിയുടെ പശ്ചാത്തലം നമുക്കറിയാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ നടികൾ, സിനിമയിലെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള വനിതകൾ, സിനിമയിലെ നടികളാവാൻ വേണ്ടി വന്നിട്ട് മോഹഭംഗവുമായി തിരിച്ചുപോയവർ, കടുത്ത ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളവർ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ, ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ ചൂഷണം ചെയ്ത സംഭവമാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.